ഹായ്, രണ്ടോ മൂന്നോ അപ്ഡേറ്റ് ധാ വന്നു ധേ പോയി. ഇത്ര പരിപാടിയേ ഉള്ളൂ. പറയുന്നത് കൽക്കി 2898 AD. ആ 700 കോടി കളക്ഷൻ കിട്ടിയതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം പലരും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ ഇത്തിരി പോകുന്ന ക്യാരക്ടർ ആയിരുന്നു. അതോടുകൂടി ദുൽഖർ പോയി. അതിന് ആ ക്യാരക്ടർ ചെയ്യാൻ ദുൽഖറിന്റെ ആവശ്യമില്ലായിരുന്നു. ദുൽഖറിന് ഇല്ല. വെറുതെ കേരളത്തിൽ അതായത് കേരളക്കാർക്ക് ഇവിടെ ഒരു കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ദുൽഖറിനെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വേഫർ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദുൽഖർ ഒരു ക്യാരക്ടർ കൊടുത്തു, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല എന്ന് നമ്മുടെ നാഗശ്വിൻ തന്നെ പറഞ്ഞിരിക്കാൻ. ആൻഡ് ആരാണ് ദുൽഖർ? പലതരത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ തെളിവ് സഹിതം അല്ലെങ്കിൽ കുറച്ച് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൽക്കിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ആൻഡ് 60% ഷൂട്ടിംഗ് കൽക്കിയുടേത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇപ്പൊ 70% കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പച്ച കള്ളമാണ്, കല്ല് വച്ച നുണയാണ് എന്നാണ് പറയുന്നത്. ആദ്യം അതിനെക്കുറിച്ച് തന്നെ പറയാം. കൽക്കി 2 ഷൂട്ടിംഗ് 60% പൂർത്തിയായിട്ടില്ല. വാർത്ത നിരസിച്ച് നാഗശ്വിൻ, ഡയറക്ടർ തന്നെയാണ് പറയുന്നത്. ഏകദേശം 25-30 ദിവസത്തെ ഷൂട്ട് മാത്രമാണ് പൂർത്തിയായത് എന്നും ഇനിയും ഒരുപാട് ചെയ്യാനായി ഉണ്ടെന്നും നാഗശ്വിൻ. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 60% കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സത്യമായിരിക്കാം. രണ്ട്, ഒരു പക്ഷേ ഇപ്പൊ അതിനുണ്ടായിരിക്കുന്ന ഹൈപ്പ് ഭയങ്കരമാണ്. ആളുകളുടെ പ്രതീക്ഷ കൂടി, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ 60% കഴിഞ്ഞില്ല, ഇനി 40% ഉള്ളൂ. അപ്പൊ ഇയാൾക്കുള്ള പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പുള്ളിക്കാരൻ ചുമ്മാ ഒന്ന് കടത്തി വിട്ടതുമായിരിക്കും. ഇല്ല, 60% കഴിഞ്ഞിട്ടില്ല, 25-30 ദിവസം ഷൂട്ടേ കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി എനിക്ക് ഒരുപാട് ചെയ്യാണ്ട്. അതുമല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകളുടെ ഒപ്പീനിയൻസും പല സംഭവങ്ങളും വന്നപ്പോൾ ഇയാൾക്ക് ഇനി കുറച്ച് കൂടുതൽ ചിന്തിച്ച് ചില സംഭവങ്ങൾ മാറ്റണം എന്ന് തോന്നിയ ഒരു പക്ഷെ ഇത് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതിനുള്ള സാധ്യതയും കൂടി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും 60% കഴിഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം കപ്പിത്താനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദുൽഖറിനെ കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞത്, ദുൽഖറിന്റെ കഥാപാത്രത്തെ പറ്റിയും ബാക്കി ആർട്ടിസ്റ്റുകളെ പറ്റിയുമുള്ള ഒരുപാട് ഫാൻ തിയറികൾ ഞാൻ വായിച്ചു. പലതും എന്റെ ചിന്തയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ കൈ നോയില്ലേ. 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദുൽഖറിന്റെ കഥാപാത്രം തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. അത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും വന്നപ്പോഴുള്ള ഉച്ചവിളി ഭയങ്കരമായിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കെല്ലാം കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിൽ പ്രാധാന്യമുണ്ട്. അതായത് ബാക്കി വരുന്ന 8 ഭാഗമെങ്കിൽ 8 ഭാഗം, 3 ഭാഗമെങ്കിൽ 3 ഭാഗം, എല്ലാത്തിനും പ്രാധാന്യം ഉണ്ടാവും. കൽക്കി 2 അതിനെല്ലാമുള്ള ഉത്തരമായിരിക്കുമെന്നും നാഗശ്വിൻ മൊഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനും ഒരു തീരുമാനമായല്ലോ. ദുൽഖറിനെ വെറുതെ കൊണ്ടിട്ടേക്കണതല്ല. ഇനി ആരാണ് ദുൽഖർ എന്ന് ചോദിച്ചാൽ DQ ഈസ് പരശുറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സൈൻ ഓർത്തിട്ട് ഒരു പോസ്റ്റാണ്. ആരാണ് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ. എനിവേ, പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ സത്യമാണെന്ന് തോന്നും. എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദ പുരാണം വെച്ച് നോക്കുമ്പോൾ പരശുറാം ഇസ് എ ടീച്ചർ ഓഫ് ബോത്ത് കർണ ആൻഡ് കൽക്കി. അതെ, കൽക്കിയുടെയും കർണന്റെയും രണ്ടുപേരുടെയും ടീച്ചറാണ് അല്ലെ, അധ്യാപകനാണ് അല്ലെങ്കിൽ ഗുരുവാണ് ആര്, പരശുരാം. ഓഫ് കോഴ്സ്. ആൻഡ് ഡസ് നോട്ട് ഏജ്, അദ്ദേഹത്തിന് പ്രായമാകുന്നില്ല. ഒരു സമയത്തും പ്രായം കൂടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇൻ കൽക്കി 2898 AD, ഭൈരവ അതായത് പ്രഭാസ് മെൻഷൻസ് ദാറ്റ് ദ പൈലറ്റ് അതായത് ദുൽഖർ ടോട്ട് ഹിം എവറിത്തിങ്, എല്ലാം പഠിപ്പിച്ചത് അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുരുവാണെന്നും പറഞ്ഞിട്ടുണ്ട്. നോട്ടബ്ലി ദുൽഖർസ് ക്യാരക്ടർ ലുക്സ് ദ സെയിം വെൻ ഭൈരവ ഈസ് എ ചൈൽഡ് ആൻഡ് ആൻ അഡൽട്ട്. സത്യമാണ്. വളരെ കുട്ടിയായിട്ട് ആ കുഞ്ഞിനും കൊണ്ടുവരുന്ന ഫോട്ടോ നമ്മൾ കണ്ടാണ്. അപ്പോഴും ഈ ചെറുക്കം വലുതായി അവസാനം അഡൽട്ടായിട്ട് മാറുമ്പോഴും ദുൽഖർ ലുക്ക് സെയിം അല്ലെ, സെയിം ആണ്. യാതൊരു വ്യത്യാസം ദുൽഖർ തോന്നില്ല. അത് പക്കയാണ്. സജസ്റ്റിംഗ് ദ പോസിബിലിറ്റി ദാറ്റ് ഹി ഈസ് പരശുറാം. ശരിയായിരിക്കാം. കൽക്കിയുടെയും പരശുറാം ആരാണ്? കർണന്റെയും കൽക്കിയുടെയും ടീച്ചറാണ്. സോ കൽക്കിയാണ് സിനിമയുടെ പേര്. ഇനി വരാൻ പോകുന്ന ഈ അവതാരം എന്ന് പറയുന്നതും കൽക്കിയാണ് അല്ലേ, മഹാവിഷ്ണുവിന്റെ അല്ലേ ഒരു അംശം. എനിവേ, അവതാരം എന്തായാലും കൽക്കിയാണ് വരാൻ പോകുന്നത്. അപ്പൊ രണ്ടുപേരും ടീച്ചർ എന്ന് പറയുമ്പോൾ ദുൽഖറിന്റെ ക്യാരക്ടർ പരശുരാമാണെങ്കിൽ ഇത് എത്രമാത്രം വലിയൊരു ക്യാരക്ടറാണ്. ഇതിൽ എത്ര വലിയ സ്പേസ് പുള്ളിക്കാരനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏജ് ആവുന്നില്ല. എല്ലാ സമയത്തും ദുൽഖർ ഒരേപോലെയാണ് നമ്മൾ ഇതിൽ സിനിമയിൽ കണ്ടിട്ടുള്ളത്. സോ ദുൽഖറിന്റെ ക്യാരക്ടർ വെറുതെ വന്നുള്ളൊരു ക്യാരക്ടർ അല്ല, അത്ര ഇമ്പോർട്ടൻസ് ഉള്ള അത്ര പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. എസ്പെഷ്യലി കൽക്കിയുടെയും കൂടെ ടീച്ചർ ആയിരുന്നു എന്ന് പറയുമ്പോൾ. പിന്നെ കർണ, ഓഫ് കോഴ്സ് കർണനെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പുള്ളി കാണിക്കുന്നത്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഫസ്റ്റ് പാർട്ടിൽ നമ്മളത് കണ്ടതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലോജിക്കലി
ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമായിട്ട് ഫീൽ ചെയ്തു. അതിന് കുറെ ആളുകൾ പരശുരാമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ലോജിക്കലി പറഞ്ഞൊരു സംഭവം ഞാൻ പേഴ്സണലി ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ടൊന്ന് ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളി ചുമ്മാ വന്ന് എന്തെങ്കിലും ചെയ്തു പോകാൻ വേണ്ടി വന്നതല്ല എന്നും കൂടി ഒന്ന് തെളിയിക്കണമല്ലോ. നെക്സ്റ്റ്, ഇന്ത്യൻ 2 കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയായിരുന്നു. ഡേർട്ടി ഇന്ത്യൻ അടക്കം 7 വാക്കുകൾ നീക്കണം. ഇന്ത്യൻ 2-ന് സെൻസർ ബോർഡിന്റെ കട്ട്. സ്വാഭാവികം എന്നേ പറയാനുള്ളൂ. കാരണം ഇപ്പൊ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. പല ഊച്ചാളി ഊളാച്ചി രാഷ്ട്രീയക്കാർ ഇതിന്റെ ഇടയിൽ കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഊച്ചാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കട്ടൊക്കെ വരും. ഇത് 7 വാക്കുകളൊക്കെ എടുത്ത് ഒഴിവാക്കണം. സിനിമ തന്നെ ഇറക്കാതിരിക്കുന്നതെന്ന് ബെറ്റർ. എന്തൊക്കെയാണ്? ചുമപ്പ് കാണാൻ പാടില്ല, മഞ്ഞ പാടാൻ പാടില്ല, ഖാദി കാണാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഓരോ നിയമം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിൽ ഇനി വേറെ പറയാനുള്ളത് കൂലി എന്ന് പറയുന്ന സിനിമയാണ്. കൂലി, അതായത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന, തലൈവർ രജനികാന്ത് നായകനായിട്ട് വരുന്ന, അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ LCUവിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആദ്യമേ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്ന കൂലി, അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി. 2 ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അനിരുദ്ധ് ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, കൊലാബ് വിത്ത് സൺ പിക്ചേഴ്സ്. എന്തായാലും ആ പോസ്റ്റോടെ ചുമ്മാ ഒന്ന് വെക്കുന്നു. എന്തായാലും ചെയ്ത പരിപാടി അടിപൊളിയാണ്. ഗോൾഡൻ കളറിൽ ആണ് മറ്റേ നമ്മുടെ ക്ലാപ്പ് ബോർഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ ഉള്ളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ രജനി. സോ ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാലോ, സ്മഗ്ലിംഗ് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സിനിമ. അതിന്റെ പേര് ഇതിനു മുമ്പ് പറയുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സിനിമയുടെ റീമേക്ക് ആണെന്ന് പറയുന്നുണ്ട്. സാധ്യതയുണ്ട്, കാരണം ലിയോ അറിയാലോ, അതുപോലെ റീമേക്ക് ആയിരുന്നു. സോ ഇതും അങ്ങനെ തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം അതിലും ഗോൾഡും സ്മഗ്ലിങ്ങും ഒരൊറ്റ രാത്രിയിൽ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു രാത്രി ഗവൺമെന്റ് എല്ലാവർക്കും എല്ലാ തോന്നിയാസനമുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയും അന്ന് രാത്രി നടക്കുന്ന പല സംഭവങ്ങളായിരുന്നു ആ സിനിമയിൽ. അത്തരത്തിലൊരു സിനിമ തന്നെ ആവാനാണ് ഇതിലും സാധ്യത. ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആയിരിക്കാം. എനിവേ, ഇത്രയും അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്ഡേറ്റ് ഏതായിരുന്നു, ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതായിരുന്നു ഉള്ളത് കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.